ഹലോ എവ്രിവൺ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിന്ന് ഒരു സ്ഥലത്തേക്ക് പോവാട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഫിഷ് മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പോലെ ഇവിടെ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ ഫിഷ് മേടിക്കാൻ പോവാണ്. ബഹ്റൈനിൽ ഇത് പ്ലേസ് വന്നിട്ട് അൽ ഹിദ് എന്നാണ് പ്ലേസിൻ്റെ പേര്. ഇത് ചെറിയൊരു ഫിഷ് മാർക്കറ്റാണ്. ഇതിലും വലിയ ഫിഷ് മാർക്കറ്റുകൾ ഇവിടെ ഉണ്ട്. ഇത് പോർട്ടിന് വളരെ ക്ലോസ് ആയിട്ട്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോർട്ടാണ് വരുന്നത്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഉള്ളൊരു മാർക്കറ്റാണ് കേട്ടോ. കുറേ ദിവസം പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് നമുക്ക് നമ്മുടെ നാട്ടിലത്തെ സ്വഭാവം ചോറും കറിയും കഴിച്ചാലേ ഒരു സമാധാനം ഉള്ളൂ എന്നുള്ളൊരു വികാരം വന്നപ്പോൾ നേരെ നമ്മൾ മാർക്കറ്റിലേക്ക് വിട്ടതാണ് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഹാർബർ വളരെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടേക്കുന്നത് നിങ്ങൾക്ക് ഒരു സൈഡിൽ കൂടെ കാണാം അല്ലേ. അതുപോലെ തന്നെ നോക്ക്, ഇപ്പം ഞാൻ കാണിക്കുന്ന സ്ഥലമാണ് ഇവിടുത്തെ ഹാർബർ അഥവാ പോർട്ട്, ഫിഷ് പോട്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ശരിക്കും ആക്സസ് ഇല്ല. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി, അവിടെ ആക്സസ് ഇല്ല. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചതാണ് കേട്ടോ. ഇത് സൂം ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത്ര നീറ്റ് ആൻഡ് ടൈഡി ആണല്ലേ. എത്ര ക്ലീൻ ആയിട്ടാണ് അവർ കീപ്പ് ചെയ്തേക്കുന്നത് നോക്കി, എന്ത് ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ തന്നെ അത് എൻക്ലോസ്ഡ് ആണ്, ഞാൻ പറഞ്ഞല്ലേ അത് ക്ലോസ്ഡ് ആണ്, നമുക്ക് അവിടെ എൻട്രി ഇല്ല പബ്ലിക്കിന് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പണിയിലേക്ക് പോകാം. മാർക്കറ്റിലേക്ക് പോയി ഫിഷ് മേടിക്കണം അല്ലേ. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. നാട്ടിലെ പോലെയാണെന്ന് നോക്കി, മാർക്കറ്റൊക്കെ എത്ര ക്ലീനാണ് അല്ലേ. നോക്ക്, ഈ മാർക്കറ്റിന് കോമ്പൗണ്ട് വാള് പോലെ കെട്ടി ഗേറ്റൊക്കെ ഉണ്ട്. നമ്മളിത് ആ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറുന്ന ദൃശ്യമായിട്ടോ കാണുന്നത്. ഇത്ര ക്ലീനായിട്ടാണ് ഇവർ ഇവിടെയൊക്കെ കൊണ്ട് നടക്കണമെന്നുള്ളതാണ്. നമുക്കൊരു മാർക്കറ്റാണെന്ന് പോലും തോന്നത്തില്ല, ഫിഷ് മാർക്കറ്റാണെന്ന് പോലും. അപ്പോൾ നോക്കി, ഞങ്ങൾ വന്ന ടൈം എന്ന് പറയുന്നത് ഏകദേശം 8:30 to 9 ഒക്കെ ആയി കേട്ടോ. അതിൻ്റെയാണ് ഇപ്പോൾ ഈ ഫിഷൊക്കെ അവരുടെ അടുത്ത് ബോക്സിലാക്കി ഐസിലിട്ട് സൂക്ഷിച്ചു. അപ്പം നമുക്ക് ഇനി വേണ്ട മീനൊക്കെ അവർ ബോക്സ് തുറന്ന് കാണിച്ചു തരും. അതനുസരിച്ചിട്ട് നമുക്ക് ഫിഷ് പർച്ചേസ് ചെയ്യാം. ഇതുപോലെ ഓരോ സ്റ്റോളുണ്ടോ, ഒന്നല്ല മൾട്ടിപ്പിൾ സ്റ്റോൾസ് ഉണ്ട് ഈ മാർക്കറ്റിൻ്റെ അകത്ത്. ഇതിലുള്ളവർ നമ്മൾ നാട്ടിലൊക്കെ നോക്ക്, കക്കായിറച്ചി കേട്ടോ, നാട്ടിലത്തെ കുറച്ച് വലിയ കക്കായിറച്ചി. പിന്നെ നാട്ടിലെ പോലെ തന്നെ നമുക്ക് ഫിഷ് ഇവർ കട്ട് ചെയ്ത് ക്ലീനാക്കി നമുക്ക് തരും. അതൊക്കെ സെയിം തന്നെ, എല്ലാ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം സെയിം തന്നെ. ഒറ്റ വ്യത്യാസം ഞാൻ കണ്ടത് ഇവിടുത്തെ കുറച്ച് ഡീസൻ്റ് ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാനിപ്പോൾ ഒരു 3 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തു. അത് പറയാതിരിക്കാൻ വയ്യ, അത്രയും വൃത്തിയായിട്ടാണ് അവരോട് കൊണ്ട് നടക്കണത്. പിന്നെ നോക്ക്, ഇവിടെ ഈ തൂങ്ങി കിടക്കുന്നില്ലേ ബോക്സ് ലൈറ്റുകൾ പോലെ നിങ്ങൾ കണ്ട് കാണുമായിരിക്കും. തൂങ്ങി കിടക്കുന്ന ബോട്ടിൽസ് പോലെ, അത് ബോട്ടിൽസ് അല്ല കേട്ടോ, അത് ലൈറ്റാണ്. നൈറ്റിൽ നല്ല ബ്യൂട്ടിഫുൾ ഇവിടെ കാണാൻ. അവർ ഭയങ്കര ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ല രസമാണ്. നൈറ്റിലാണ് ഇവിടെ കൂടുതലും തിരക്ക് കേട്ടോ. ഈ സാധനങ്ങൾ ഫിഷ് മേടിക്കാൻ ആൾക്കാരുടെ ഒരു റഷ് കൂടുതലുള്ളത് ഈ നൈറ്റിലാണ്. ഒരു 8 o'clock വരെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈവനിങ് ഒരു 9 PM വരെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. നോക്കി ഇവിടെ നോക്കുമ്പോൾ നമുക്ക് സീയുടെ വ്യൂ കാണാം. പിന്നെ ഫിഷ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ എല്ലാ ഫിഷും ഇവിടെ കിട്ടും കേട്ടോ. എല്ലാം അത്യാവശ്യം ഡീസൻറ്റ് റേറ്റുമാണ്. നമ്മളെ നാട്ടിലേക്കാളും വിലക്കുറവുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഫിഷാണ്, നല്ല ക്വാളിറ്റിയുള്ള നല്ല മീനാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടുന്നുണ്ട്. എല്ലാ കാറ്റഗറിയും നമ്മളിപ്പം പറയുവാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ചോദിക്കുക എന്താ, മത്തി കിട്ടുമോ എന്നുള്ളതാണ്. മത്തി അയല തൊട്ട് എല്ലാ ഫിഷും നമുക്കവിടെ കിട്ടും കേട്ടോ. അങ്ങനെ ഇന്ന മീനേ കിട്ടത്തുള്ളൂ, അങ്ങനെ ഇവിടുത്തെ ഫിഷ് വ്യത്യാസമുണ്ട്, അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല, എല്ലാം സെയിമാണ്. ഞാൻ പറഞ്ഞപ്പോൾ അവരെനിക്ക് ബോക്സ് തുറന്ന് തന്നു കേട്ടോ, എല്ലാ ഫിഷും കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരോട് കൂടുതലൊരു കാര്യവും കൂടെ ചോദിച്ചു, ഞാൻ ഷൂട്ട് ചെയ്യുന്ന കണ്ടുകൊണ്ട്, ഇതെന്താ യൂട്യൂബ് ചാനലാണോ എന്ന്. ഞാൻ പറഞ്ഞു അതേന്ന്. അപ്പോൾ അവർ കുറച്ചുകൂടി ഉഷാറായിട്ട് എല്ലാം എനിക്ക് ഓപ്പൺ ചെയ്ത് ക്ലിയറായിട്ട് കാണിച്ചു തന്നു. നിങ്ങൾ കണ്ടല്ലോ, എന്നാലും മത്തിയൊക്കെ നിങ്ങൾ കവർ ചെയ്ത് പോയി കാണുമായിരിക്കും. പിന്നെ എന്താ പറയുക, ഞങ്ങളുടെ ഫിഷ് വാങ്ങി പാർസലാക്കി നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു കേട്ടോ. കഥ പറഞ്ഞ വ്ളോഗ് തീർന്നു അറിഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.